ഹൈ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹാൽ പെർസ്പെക്റ്റീവ്. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നമുക്ക് റീവാലുവേഷൻ ഓൺലൈനായിട്ട് ചെയ്യാമെന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാണിച്ചാൽ വാ, കമാൺ ഫോളോ മീ. അത് നമുക്ക് എന്താണ് ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിളിൽ ഐ എക്സാംസ് സെർച്ച് ചെയ്യാം. എമിർഹാൻ അലി ഗോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നേരെ നിങ്ങൾ കാണുന്ന ഐ എക്സാം SLC പോർട്ടൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനത്തെ ഒരു സൈഡ് അതിൽ SLC റീവാലുവേഷൻ മാർച്ച് 2025 കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഐ എക്സാംസ് എന്ന് പറയുന്ന പോർട്ടൽ വരും. അവിടെ ന്യൂ ആപ്ലിക്കേഷൻ കണ്ട് നിങ്ങൾ ഇത് കാണുന്നില്ല, ന്യൂ ആപ്ലിക്കേഷൻ. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ നോക്കൂ, നിങ്ങൾ പ്ലീസ് റീഡ് ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ഇൻ ദ ബട്ടൺ ഓഫ് ദിസ് പേജ്. ഓക്കെ, കൃത്യമായ ഇൻസ്ട്രക്ഷൻസ്. കാരണം നമ്മൾ ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. എന്നെ കാണണ്ടോ? നിങ്ങൾ കാണിക്കുക, നിങ്ങൾ എന്താ ആൾക്കാരെ ക്യാമറമാൻ അങ്ങോട്ടും കൂടി തിരിക്കുന്ന ആൾക്കാരല്ലേ. ഓക്കെ, അപ്പോൾ ഫൈനൽ നമ്മൾ സബ്മിഷൻ ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ചെയ്യുന്ന കാര്യം കൃത്യമാണെന്ന് നോക്കണം. ഓക്കെ, വാ അങ്ങോട്ട് പോകും. ആദ്യം നിങ്ങൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് രജിസ്റ്റർ നമ്പറാണ്. അപ്പോൾ ഇത് പ്രോസ്പെക്ട് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ വേറെ ഒന്ന് ചെയ്തു തരാം കേട്ടോ, എന്തൊക്കെയാണ് പ്രോസ്പെക്റ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഓൾറെഡി ഉണ്ടായിരിക്കും. രജിസ്റ്റർ നമ്പർ ആണെന്നുള്ള എത്ര എന്നുള്ള അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര എന്നുള്ള അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നിങ്ങളുടെ നെയിം. ഓക്കെ, ഇത് രണ്ടും ഓക്കെ കൊടുക്കണം അല്ലേ? രണ്ടും ഓക്കെ കൊടുത്താൽ തന്നെ യെസ്, അത് രണ്ടും ഓക്കെ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മാർക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നു. അപ്പോൾ ആ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ താഴോട്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾ കറക്റ്റ് മാർക്ക് ഇവിടെ കാണാൻ നോക്കി. നിങ്ങൾ A+, ഫുൾ A+ ആണ്. പക്ഷെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ തേർഡ് ലാംഗ്വേജ് ഹിന്ദിയിൽ മാത്രമാണ് A വന്നത്. ഹിന്ദിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീവാലുവേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ ഇവിടെ ഏതാ ഇവിടെ അതുപോലെ ശ്രദ്ധിക്കണ വേറെ കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. 3 കാര്യങ്ങൾ ഇവിടെ കാണുന്നത് എന്തൊക്കെയാണുള്ളത്. റീവാലുവേഷൻ ഉണ്ട്, ഫോട്ടോ കോപ്പി ഉണ്ട്, അതുപോലെ പിന്നെ സ്ക്രൂട്ടണി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ 3-ൽ നിങ്ങൾ ഏതെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യരുത്, ക്ലിക്ക് ചെയ്യരുത്. നമുക്ക് വേണ്ടത് റീവാലുവേഷൻ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട തേർഡ് ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, റീവാലുവേഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞല്ലോ. ഇത് നേരെ നമ്മൾ താഴോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അമൗണ്ട് വരുന്നത് 400 രൂപ. ഇതിന്റെ അമൗണ്ട് വരുന്നത് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ആകെ ഒരൊറ്റ കാര്യം ഇവിടെ ചെയ്യാനുള്ളൂ. ഓക്കെ, പിന്നെ നേരെ നമ്മൾ റീവാലുവേഷൻ ഫോട്ടോഗ്രാഫി സ്കൂൾ നോട്ട് IT പേപ്പർ ആൻഡ് നോൺ ഇഡ് ആപ്ലിക്കേഷൻ സ്കൂട്ടിനി ഫോർ ഓക്കെ. നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുകയാണെങ്കിൽ സ്കൂട്ടിനി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ ഫ്രീ റീവാലുവേഷൻ ഓഫ് ഫോട്ടോകോപ്പി സ്കൂട്ടിനി ₹400, 200 and 50 rupees റെസ്പെക്റ്റീവ്ലി. റീവാലുവേഷൻ കൊടുക്കുമ്പോൾ അതിന്റെ പൈസ 400 ആണ്. അവിടെ ഫോട്ടോ കോപ്പി ആണെങ്കിൽ 200 ആണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സ്കൂട്ടറിന് ആണെങ്കിൽ 50 രൂപ അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഇവിടെ 400 രൂപ എമൗണ്ട് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ആകെ നമുക്ക് കൊടുക്കേണ്ട തേർഡ് ലാംഗ്വേജ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. നേരെ നമ്മൾ ചെയ്യാം, സബ്മിറ്റ് കൊടുക്കാം. നോക്കൂ, ആപ്ലിക്കേഷൻ പ്രിവ്യൂ ഫോർ ദ റീവാലുവേഷൻ ഓഫ് ഫോട്ടോ. ഓക്കെ, നമ്മൾ പ്രിവ്യൂ ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്നുകൂടി നമ്മൾ യെസ് കണ്ടത്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, പേരുണ്ട്, നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ട്, സ്കൂളിൻ്റെ പേരുണ്ട്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് തേർഡ് ലാംഗ്വേജ് ആണ്, ഗ്രേഡ് A ആണ്. 400 രൂപ അടയ്ക്കണം. കഴിഞ്ഞ് ഇനി നമ്മൾ ഫൈനൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു തിരിച്ചുപോക്കില്ല സജി എന്ന് പറഞ്ഞ പോലെ. അതങ്ങ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫൈനൽ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നും ഇതിൽ ചെയ്യാനില്ല. റെഡി അല്ലേ? ഓക്കെ, ഇനി ഗെറ്റ് ഫൈനൽ പ്രിന്റ് ഔട്ട്. നേരെ പ്രിന്റ് ഔട്ട് എടുക്കുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇനി ഈ പ്രിന്റ് ഔട്ട് നേരെ എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കൂളിൽ പോവുക, സ്കൂളിൽ പ്രിൻസിപ്പാളിനെ കാണിച്ചു കൊടുക്കുക. അവിടെ നിന്ന് 400 രൂപയും അങ്ങ് കൊടുത്താൽ എന്തായി, നിങ്ങളുടെ റീവാലുവേഷൻ പ്രോസസ് റെഡിയായി. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത സംശയം എങ്ങനെ നമുക്ക് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യാം, അടുത്ത വീഡിയോ വരാൻ വേണ്ടി പോകുന്നത് അതാണ്. സോ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇനിയും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും, നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. താങ്ക് യു സോ മച്ച്. ബൈ.